നമസ്കാരം. എന്താ നിങ്ങളാണോ കലാമണ്ഡല ജയശ്രീ ടീച്ചർ? യെസ്, അതെ. മാഡം ബിസിയാണോ? കുറച്ച് ബിസിയായി. ഇപ്പൊ ഒരു ബാച്ച് കുട്ടികള് ക്ലാസ് കഴിഞ്ഞ് പോയിട്ടേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് ബിസിയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് കയറി വരൂ. ടീച്ചർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വരൂ, കയറി വരൂ, അകത്തേക്ക് വരൂ. അതെ, എന്റെ മോളില്ലേ, എന്റെ മോക്ക് നല്ല ഡാൻസർ ആവണമെന്ന് എന്റെ പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമാണ്. അപ്പൊ ഞാൻ ഒരുപാട് സാറന്മാരെയൊക്കെ സമീപിച്ചു. അവർക്കൊന്നും കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. അതിനെന്താ, ഞാൻ എന്റെ മോള് നല്ല ഡിസ്കോ ഡാൻസിൽ കളിക്കും, മോഡേൺ ഡാൻസ്. സോറി, ഡിസ്കോ ഡാൻസ് ആണെങ്കിൽ ഇവിടെ പറ്റത്തില്ല. ഇവിടെ അതെ, പക്ഷെ എന്റെ ആഗ്രഹം മോള് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണമെന്നാണ്. അതെ അതെ. അപ്പോഴേ ഞാൻ വരയ്ക്കുന്നതിന് മുമ്പ് അവളൊന്ന് നല്ല നൃത്തം കളിച്ച് കാണണം. അതിനാണ് ഞാൻ ടീച്ചറിന്റെ അടുത്ത് വന്നത്. ഞാൻ എന്ത് വേണോ ടീച്ചറിനെ കളിച്ച് കാണാൻ നൃത്തം ചെയ്യണം. അതെ അതെ അതെ. അതിനൊക്കെ ഉള്ള എനിക്ക് അതുകൊണ്ട് ടീച്ചറിനെ ഞാൻ എന്ത് വേണോ ഫീ ആയിട്ട് എത്ര രൂപ വേണോ തരാം, എന്റെ മോളെ ഒന്ന് പഠിപ്പിച്ച് ശരിയാക്കി തരണം. അതിനെന്താ ചെയ്യാം. മോളെ പേരെന്താ? കയറുന്നേ. അമ്മ എന്താ ഇത്രയും വിഷമിക്കുന്നത്? അമ്മ പൊയ്ക്കോളും. ഞാൻ ക്ലാസ് കഴിയുമ്പോ വിളിക്കാം കേട്ടോ, അപ്പോഴും വന്നാൽ മതി. മോളുടെ കാര്യം എന്തുകൊണ്ട് വിഷമിക്കണ്ട. നമുക്കൊരു നല്ല കലാതിലകത്തെ നമ്മുടെ നാടിനായിട്ട് വാർത്തെടുക്കാം. അതിലൊന്നും പേടിക്കണ്ട കേട്ടോ. എന്നാ ശരി, പൊയ്ക്കോളും. മോളുടെ പേരെന്താ? റോസി ഡിസൂസ. എന്ത് പേര്, ഒരു ഇടിവെട്ട് പേരാണല്ലോ. ആരായിട്ട പേര്? അച്ഛൻ. അത്രയ്ക്ക് വലിയ പുള്ളിയാണോ? ഞാൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. ഓക്കെ. അപ്പൊ എന്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിരുന്ന സ്റ്റെപ്പ് അതേപോലെ ചെയ്യണം. അതിനൊന്നും മാറാൻ പാടില്ല. തന്റെ അമ്മയുടെ അച്ഛന്റെ ആഗ്രഹമാണ് താനൊരു വലിയ നർത്തകിയാകണം എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന സ്റ്റെപ്പ് അതേപോലെ എടുക്കണം. അതിന് 1 ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആരംഭിക്കാം, ക്ലാസ് ആരംഭിക്കാം. പറ്റിയ പേര് തന്നെ. തനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ഇഷ്ടമാണോ? I don't like it. പിന്നെ എന്തിനാ അങ്ങോട്ട് കട്ടിയെടുത്തേ? My mom like it. കൂടുതൽ ഇംഗ്ലീഷ് എന്നോട് വേണ്ട. ഞാൻ മലയാളത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്ട്രിക്റ്റ് ആണ്. അടിക്കാറുണ്ടോ? തന്നോട് കൂടുതൽ സംസാരിക്കാൻ എനിക്കുള്ള കുറച്ച് അരമണിക്കൂർ മാത്രമേ തനിക്ക് തരാനുള്ളൂ. അപ്പൊ ഒരു ബാച്ച് പോയിട്ടേ ഉള്ളൂ. പക്ഷെ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ആദ്യം നമുക്ക് വന്ദനം ചെയ്യണം. നമ്മൾ ഡാൻസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഭൂമി മാതാവിനെ നമുക്ക് ഇത് ചെയ്യണം, തൊഴണം. അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശരി, അരമണ്ടല ഇരിക്കടോ. അരമണ്ടല. എന്തിനാ ഇത്ര താട്ടുന്നേ? ഇവിടെ പോപ്പിനല്ല വന്നത്. നന്നായിട്ട് കാണിക്കണോ? നന്നായിട്ട് പണിഷ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് വന്ദനം പഠിച്ചിട്ട് വരണം നാളെ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോവാണ്. വെക്കടോ, കാണിക്കടോ. ഞാൻ പറഞ്ഞത് എവിടെ ശ്രീലങ്കയിലുണ്ട് കെട്ടിയെടുത്തതാണോ? തിരികെക്കടോ. ഞാൻ കാണിക്കുന്നതൊക്കെ തനിക്ക് ആ വാശിക്ക് കാണിക്കാത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെയാണോ ഞാൻ കളിക്കാൻ പറഞ്ഞേ? ആണോ? പിന്നെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? അങ്ങനെ കൂടുതലാവണ്ട കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. ഓക്കെ, സ്റ്റെപ്പ് ചെയ്ത് നോക്കട്ടെ. ടീച്ചർ എന്നിട്ട് ഇതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ കാണിച്ചത്? ഫ്രണ്ടിലോട്ട് പോയതല്ലേ കാണിച്ചത്? ഇതാണോ കാണിക്കാൻ പറ്റില്ല? താൻ എന്താണോ ഇത്രയ്ക്ക് ധിക്കാരിയാണോ താൻ? ഇങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞേ? എന്റെ ദേഷ്യം ഒന്നാണ്ടല്ലോ. എന്റെ ഒരു സ്റ്റുഡന്റ് പോലും ഇല്ല ഇങ്ങനത്തെ ഇത്ര ബോധമില്ലാത്ത സ്റ്റുഡന്റ്. മനസ്സിലായോ?
നെക്സ്റ്റ്. ശരി. എന്താണോ നിങ്ങൾ കാണാൻ ചവിട്ടുന്നേ? എനിക്കെന്താ പോലെയില്ല ഞാൻ കാണിക്കും പോലെ കാണിക്കാൻ. ഒന്നാമത്തെ സമയത്ത് ഓരോ കുരിശുകൾ കയറി വരും. എന്ത് ചെയ്യാനാ? ഫീ തരുമെന്ന് പറഞ്ഞ് തന്നെ വട്ടിമുത്താൻ ഞാൻ കാണണം. ഫീ തരുമോ? തന്നെ വട്ടിമുത്താൻ ഞാൻ കാണണോടോ. ഒരു സിനിമാറ്റിക് സ്റ്റെപ്പ് നോക്കാം കേട്ടോ. ഈ കുട്ടീനെ ഭ്രാന്തിയാക്കുമെന്നാ തോന്നുന്നത്. വട്ടായിപ്പോ തന്നെ. സിനിമ സ്റ്റൈലിലെ സ്റ്റെപ്പ് ഞാൻ കാണിക്കാൻ പോയാണ്. ഒരു ശശികല ചാർത്തിയ ദീപാവളി എന്നുള്ള ഇതില് 2 കൈയില് വിളക്കിരിക്കുവാണ്. ഓക്കെ, അപ്പൊ പോവേണം. ശശികല ചാർത്തിയ ദീപാവലയം ഓക്കെ. ശശികല ചാർത്തിയ ദീപാവലയം എന്തുവാണോ കാണിക്കുന്നേ? ഇത് കുഞ്ഞു സ്റ്റെപ്പാ, ഒന്ന് നോക്കേ. ശശികല ഇങ്ങനെ ഡാൻസ് ചെയ്യാം. ശശികല ചാർത്തിയ ദീപാവലയം നന്ദന 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 നന്ദ. ശശികല ചാർത്തിയ ദീപാവലയം നന്ദന നന്ദന നന്ദന. എന്നെ കൂടെ ആക്കോടോ. എന്നെ കൂടെ ഡിസ്കോ ഡാൻസർ ആക്കോ? എന്തുവാടോ കാണിക്കുന്നേ? തിരിഞ്ഞിക്കോടോ. ഇനി മേലെ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? ആവർത്തിക്കോടോ, ആവർത്തിക്കോന്ന്. എന്റെ കളി എന്നിട്ട് എടുക്കരുത് കേട്ടോ. കുട്ടി കുറച്ച് രാവിലെ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ക്ലാസ് പുറത്തോ? പുറത്ത് പോടോ. ശശികല ചാർത്തിയ വീണ്ടും ഒന്നും കൂടെ കളിച്ചേ. ശശികല ചാർത്തിയ ദീപാവലയം നന്ദന 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 നന്ദ. ഓക്കെ. ശശികല ചാർത്തിയ ദീപാവലയം നന്ദന നന്ദന നന്ദന. ഇതിന്റെ ക്ഷമയുടെ നെല്ലിപ്പലക പോയി. എന്റെ അടുത്ത് വന്നാൽ ചില ബട്ടക്സ് ഒക്കെ ഗോൺ ആയിരുന്നു കേട്ടോ. ചുമ്മാ ആവശ്യമില്ലാതെ എന്റെ അടുത്ത് ആവശ്യമില്ലാതെ എത്താൻ പറ്റും. പോടോ പോടോ. അച്ഛനമ്മയെ വിളിച്ചിട്ടാ ക്ലാസ് കഴിച്ചു. പോകോ. അച്ഛനമ്മയെ വിളിച്ചിട്ട് നാളെ ക്ലാസ് ചെയ്യുന്ന അവരിനി എത്ര ലക്ഷം തരാന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പഠിപ്പിക്കില്ല. പോടോ. പോടോ. ഇങ്ങനെയുണ്ടോ കുരിശുകൾ? ദൈവമേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കണിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഇട്ട ഉടനെ. ആദ്യം ഒരു 10-12 മിനിറ്റ് ഷൂട്ട് ചെയ്തു, എന്നിട്ട് ക്യാമറയിൽ നല്ലോണം ഷൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ക്യാമറയിൽ പോയി ലാസ്റ്റ് നോക്കിയപ്പോ അതൊന്നും വന്നില്ല. വെറുതെ മാളും അടി വാങ്ങുകയും ചെയ്തു. അപ്പൊ രണ്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പൊ കണ്ടത്. അപ്പൊ നിങ്ങൾ പെയ്ഡ് വീഡിയോസ് അഥവാ കസ്റ്റമൈസ്ഡ് വീഡിയോ വേണ്ടവർ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് ചെയ്യേണ്ടതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽസ് ആയ ഇഡിയറ്റ് സിബ്ലിംഗ്സ് വ്ലോഗ്, ഇഡിയറ്റ് സിബ്ലിംഗ്സ് ഓൺലി, ഇഡിയറ്റ് സിബ്ലിംഗ്സ് 6.0, ടീച്ചർ സ്റ്റോറീസ്, സ്റ്റൈലിംഗ് വിത്ത് ജാൻ എന്നിവ സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പെയ്ഡ് വീഡിയോസിന്റെ കാര്യം. പിന്നെ റിയൽ ക്യാനിങ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലോ ടെക്സ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. എങ്കിലേ നമ്മൾ ഇതുപോലെ കുറെ പുതിയ വെറൈറ്റി വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ബൈ.